ഹായ് ഓൾ, വെൽക്കം ടു എ ന്യൂ വ്ളോഗ്. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട്. ചിൽഡ്രൻസ് ഡേക്ക് എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. പോസ്റ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഹസ്ബൻഡ് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അങ്കമാടിയിൽ പെട്ടെന്ന് തന്നെ കൊണ്ടാക്കിയിട്ടുണ്ടായി. എനിക്കൊന്ന് ഞാൻ താണെന്ന് തോന്നുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായി. കുറച്ച് ടൈം ഇരിക്കുമ്പോൾ തന്നെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾ ഫ്ലവർ, പിന്നെ അതുപോലെ തന്നെ പോസ്റ്റർ, പിന്നെ നെഹ്റുവിൻ്റെ തൊപ്പി എല്ലാം ആക്കിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായി. പിന്നെ എല്ലാ കുട്ടികളും ഒരു വൈറ്റ് തീമിലേനും ഡ്രസ്സിങ് എല്ലാം ചെയ്തിട്ടുണ്ടായി. ചില ആൾക്കാർ ഉടുപ്പിട്ടിട്ടുണ്ടായിന്, ചെറിയ ആൾക്കാർ ബനിയനും കുപ്പായും അങ്ങനെ ഇട്ടിട്ടുണ്ടായി. പിന്നെ കുട്ടികളെല്ലാം ഓരോരുത്തരായി എത്തിയതിന് ശേഷം ടീച്ചർ എല്ലാ കുട്ടികളെയും നിർത്തിച്ചിട്ട് പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടായിന്. പോസ്റ്റേഴ്സൊക്കെ അവർ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഓരോന്നും കാണാൻ നല്ല രസമുണ്ടായി. ഒരു കുലം ഒരു മതം ഒരു ദൈവം മനുജർക്കൊന്നേ ഈ ലോകം. ഈ ലോകത്തിൽ ഒരു സൂര്യൻ, ജീവൻ പകരാൻ ഒരു വായു, ജീവൻ പകരാൻ ഒരു വായു. ഗുഡ് മോർണിംഗ് ചിൽഡ്രൻ. അഞ്ചിത പറഞ്ഞല്ലോ. പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ കുട്ടികളെ റാലിക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കലായി. ഓരോ കുട്ടികളെയും അറേഞ്ച് ചെയ്ത് വെക്കൽ കുറച്ച് പണിയായിരുന്നു. എന്നാലും നമ്മൾ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പുതിയ കുട്ടികളുള്ളത് കൊണ്ട് തന്നെ ചില കുട്ടികൾ കരയുന്നുണ്ടായിട്ടുണ്ടായിന്. ഒരു ഭാഗത്ത് റാലി, പിന്നെ ഒരു ഭാഗത്ത് കരച്ചിൽ, അങ്ങനെ പോയിട്ടുണ്ടായി. പിന്നെ പേരൻസിൻ്റെ നല്ല രീതിയിലുള്ള കോർഡിനേഷൻ കൊണ്ട് അടിപൊളിയായിട്ട് പരിപാടി നീങ്ങിയിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ നമ്മൾ കുറേ പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ടായിന്. പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് ഒന്നും നടന്നിട്ടുണ്ടായിട്ടില്ല. നമ്മൾ മൺഡേയിൽ ഓരോ കുട്ടികളും അവരവരുടേതായ രീതിയിൽ ഏറ്റവും മനോഹരമായിട്ട് തന്നെ റാലി നെഹ്റു തൊപ്പിയെല്ലാം ഇട്ടിട്ട് കാണാൻ വേണ്ടി നല്ല രസമുണ്ടായിരുന്നു കുട്ടികൾ ഓരോരുത്തരെയും. കുട്ടികൾ നല്ല ആവേശത്തിൽ നല്ല വെയിലത്ത് നടന്നിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ ആണെന്നല്ലേ. അവരിപ്പോ ആ ഒരു പരിപാടിയിലേക്ക് കാണിച്ച ആ ഒരു ഡെഡിക്കേഷൻ ലെവൽ അഭിനന്ദിക്കാണ്ടിരിക്കാൻ വയ്യ. എങ്ങനെയൊക്കെ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളത്, പിന്നെ എന്തൊക്കെ പരിപാടി വേണം എന്നുള്ളതും ഏകദേശം ഒരു ലിസ്റ്റൊക്കെ ആക്കിയിട്ട് ചെയ്തിട്ടുണ്ടായിന്. പക്ഷെ വെള്ളിയാഴ്ച ജുമാ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് പരിപാടികൾ മാറ്റി വെക്കുക ചെയ്തിട്ടുണ്ടായേ. കാര്യമായിട്ട് വെള്ളിയാഴ്ച റാലിയും, പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള പായസം കൊടുക്കലും, പിന്നെ കുട്ടികളുടെ പാട്ടും ഇതിന് നടന്നിട്ടുണ്ടായേ. ബാക്കിയുള്ള കുറച്ച് പരിപാടികൾ നമ്മൾ മൺഡേയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യമായിട്ട് മൺഡേ വരുന്നത് വെച്ചാൽ ഡാൻസ്, അതുപോലെ തന്നെ കുട്ടികളുടെ കളികൾ, അതായത് കസേരക്കളി, തൊപ്പിക്കളി, മുട്ടായി വറക്കൽ, അങ്ങനെയുള്ള കളികൾ കുട്ടികൾ കളിക്കുന്ന കാണാൻ തന്നെ നല്ല. റാലിയൊക്കെ കഴിഞ്ഞ് അവർക്ക് പായസം കൊടുത്തതിന് ശേഷം നമ്മളുടെ പാട്ട് മത്സരമെല്ലാം ആരംഭിച്ചിട്ടുണ്ടായി. ഓരോ കുട്ടികളും അവരുടേതായ രീതിയിൽ നല്ല മനോഹരമായിട്ടാണ് പാട്ട് പാടിയിട്ടുണ്ടായത്.
കുട്ടികളെ ഓരോരുത്തരെയും നമ്മൾ അംഗനവാടീൻ്റെ പുറത്ത് കസേര ഇട്ടിട്ട് സെറ്റാക്കി ഇരുത്തുക ചെയ്തത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുട്ടികൾ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ടായിന്. കുറച്ച് കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നുണ്ടെങ്കിലും പരിപാടി നല്ല ഗംഭീരമായിട്ട് 2 ദിവസങ്ങളിലായിട്ട് നടന്ന പരിപാടീൻ്റെ വീഡിയോസ് ഞാൻ 2 വീഡിയോ ആയിട്ട് തന്നെ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായേ. പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല. സെക്കൻഡ് ഡേ പരിപാടീൻ്റെ അന്ന് എനിക്ക് കാര്യമായിട്ട് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം അവരുടെ ഡാൻസും കാര്യങ്ങളിലെല്ലാം ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ബിസി ആയിരുന്നു. പിന്നെ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ക്ലിപ്സുകൾ ആഡ് ചെയ്തിട്ടായിരുന്നു ഞാനിപ്പോൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. Yeah.
സെക്കൻഡ് ഡേ ചിൽഡ്രൻസ് ഡേൻ്റെ പരിപാടി നമ്മൾ പ്ലാൻ ചെയ്ത പോലെയൊന്നും അല്ലേനും നടന്നിട്ടുണ്ടായത്. നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ എനിക്ക് തോന്നുന്നു 12:30 കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ പ്ലാൻ ചെയ്തതനുസരിച്ച് 10 മണിക്ക് നടക്കേണ്ട പരിപാടിയായിരുന്നു. സ്റ്റേജും കാര്യങ്ങളും പിന്നെ എല്ലാം റെഡിയാക്കും. കുട്ടികൾ ഓരോരുത്തരെയും പറയാതിരിക്കാൻ വയ്യ. അവർ ഓരോരുത്തരും നല്ല അടിപൊളിയായിട്ടാണ് അവരെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായേ. അവർ കളിച്ച സോങ്സ് ഇതിൽ വെക്കാത്ത എന്താണെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ഇഷ്യൂ വരുന്നതുകൊണ്ടാണ്. അവിടെ ഞാൻ വിചാരിച്ചു ഞാൻ 3 ടൈപ്പ് ഡാൻസ് വോയിസ് ഓവർ ഒന്ന് ബാർബീൻ്റെ ഒരു ഡാൻസും പിന്നെ അതുപോലെ തന്നെ ഒരു കുക്കുരുവിൻ്റെ ഡാൻസും പിന്നെ അതുപോലെ തന്നെ ഒരു അറബി ഡാൻസും ആണ് കുട്ടികൾ ഗ്രൂപ്പായിട്ട് കളിച്ചിട്ടുണ്ടായത്. ടോട്ടൽ കുട്ടികളെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ പാട്ടിലേക്ക് ഇടുകയും ചെയ്തിട്ടുണ്ടായത്. ഡാൻസിൻ്റെ ചെറിയൊരു ഭാഗയിൽ കൊടുക്കുക. ഇവർ കളിച്ച ഡാൻസ് ഫുള്ളായിട്ട് എനിക്ക് ഇതിലിടണം എന്നുണ്ട്, പക്ഷേങ്കിൽ കോപ്പിറൈറ്റ് വരുന്നതുകൊണ്ട് അത് പറ്റില്ല. പിന്നെ കുട്ടികളുടെ മുട്ടായി ഉറക്കല്, കസേരക്കളി, തൊപ്പിക്കളിയൊക്കെ നടന്നിട്ടുണ്ടായിന്. പിന്നെ അതുപോലെ തന്നെ അംഗനവാടിയിലെ സംഘാടകരുടെ കയ്യിൽ നിന്ന് കുട്ടികൾക്ക് ഓരോരുത്തർക്കും അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ട്രോഫിയും കൂടി നൽകിയിട്ടുണ്ടായിന്. ഈ പരിപാടിയിലെല്ലാം പങ്കെടുത്ത എല്ലാ കുട്ടിക്കും പാരൻസിനും ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരുടെയും കോർഡിനേഷൻ കൊണ്ടാണ് ഈ പരിപാടി ഇത്രയധികം വിജയിച്ചത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ വരാം.